മാഷെ, നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം കലാമണ്ഡലം പ്രശ്നത്തിൽ ഇപ്പോഴാണ് പ്രതികരിക്കുന്നത്. മല്ലിക സാരാഭായി അവിടെ ജോലിയിലുമൊക്കെ ഈ വിവരവും ബോധമില്ലാത്ത സഖാക്കളെയൊക്കെ തിരികെ കയറ്റുന്നു. അവിടുത്തെ വൈസ് ചാൻസലറും രജിസ്ട്രാറും വെച്ച് ബാക്കി ആർക്കും ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാ, ഒരു കത്ത് പോലും ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ആരോപിച്ചിരുന്നു. അപ്പോൾ അത് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അവർ തന്നെ KN ബാലഗോപാൽ ധനമന്ത്രിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കിയത് സ്വയം പണം കണ്ടെത്താനാണ്, ഞാൻ പരാജയപ്പെടുന്നില്ല, ഞാൻ നോക്കും എന്നൊക്കെ അവർ തുറന്നു പറച്ചിൽ ഉണ്ടായിരുന്നു. അത് സർക്കാരിനെതിരെ പലതരത്തിലും പല സ്ഥലത്തും അത് ഉപയോഗിക്കപ്പെടുകയൊക്കെ ഉണ്ടായി. അവരൊരു സത്യം പറഞ്ഞാണല്ലോ. സാധാരണഗതിയിൽ CPMന്റെ അടിമകളായിട്ടാണ് ഈ വൈസ് ചാൻസലർമാരോ ചാൻസലർമാരോ ഒക്കെ പെരുമാറി കാണാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഇത് നഷ്ടപ്പെട്ടാലും ഒന്നും വരാനില്ല. അവരാഗോളമായിട്ട് നൃത്ത പരിപാടികളൊക്കെ ചെയ്തു പോകുന്ന, അവർക്ക് അവരുടേതായ ഗുജറാത്തിലല്ലേ സംഘവും ലഗസിയും ഒക്കെ ഉള്ളത്. ആനക്കര വടക്കത്ത് കുടുംബ പാരമ്പര്യമൊക്കെ കിടക്കുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെയും അല്ലേ, സുഭാഷിണി അലി, ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാരാഭായി ഇല്ലേ, മേൽവിലാസം, വലിയ മേൽവിലാസം ഒക്കെയാണ്. ഇപ്പുറത്ത് അമ്മു സ്വാമിനാഥൻ വരെ, അതെ, അതുവരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മറ്റേ സജി ചെറിയാൻ പറയുന്നത്, അവര് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും അവിടെ ആരെയും വെച്ചിട്ടൊന്നുമില്ല. അവിടെ തന്നെ ജോലി പഠിച്ചിട്ട് പോയ ആളുകളെയൊക്കെ അവിടെ താൽക്കാലികമായിട്ടൊക്കെ നിയമിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മല്ലിക സാരാഭായി പറഞ്ഞ പ്രശ്നത്തിനെ അതിൻ്റെ ഗൗരവത്തോടു കൂടി ആഴത്തിൽ അഭിസംബോധന ചെയ്തില്ല സജി ചെറിയാൻ. സാധാരണഗതിയിൽ ഏരിയ സെക്രട്ടറിമാരൊക്കെ ഈ ബോഷ്ക്ക് പറയും, ബള്ളു പറയും, ഇല്ലേ, ആളുകളെ ഭർസിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ആണ് സജി ചെറിയാൻ മല്ലിക സാരാഭായിയെ കൈകാര്യം ചെയ്തത്. ഇത് ശരിയാണോ? ഈ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ മല്ലിക സാരാഭായി ഇത് ഇട്ടെറിഞ്ഞു പോകേണ്ടതല്ലേ? അത് അവർ തീരുമാനിക്കട്ടെ സാർ. അവർ പക്ഷേ ഒരു വലിയ പോരാട്ടം സ്വയം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇവർ സർക്കാരിൻ്റെ സഹായം ഇല്ലാതെ തന്നെ, ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ സർക്കാർ കാണിച്ചു കൂട്ടി വെച്ച ഒരു മഹാസ്ഥാപനത്തെ സർക്കാരിനെതിരെ എല്ലാ ദിവസവും തെറി പറഞ്ഞു നടക്കുന്ന സച്ചിദാനന്ദനെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, ഒരു സർക്കാർ തകർത്ത് തരിപ്പണമാക്കി വെച്ച ഒരു മഹാസ്ഥാപനത്തെ തൻ്റേതായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികവും ആസൂത്രണപരവുമായൊക്കെ പദ്ധതികളുമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്രസമ്മേളനം ദീർഘമായ ഇൻ്റർവ്യൂ നമ്മൾ തന്നെ ചർച്ച ചെയ്താണല്ലോ. അപ്പോൾ അവർ ചെയ്യട്ടെ, അവർ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവർ സ്വയം ഒഴിഞ്ഞു പോവുകയോ, എനിക്ക് തോന്നുന്നു അങ്ങനെ ഗീവ് അപ്പ് ചെയ്യുന്നൊരു കക്ഷിയല്ലത്. ഈ സജി ചെറിയാനെ പോലുള്ള ഈ രാഷ്ട്രീയക്കാരുടെ ഒന്നും കൊക്കിലൊതുങ്ങുന്ന, അവർക്ക് മനസ്സിലാകുന്ന ഒരു ജനുസല്ല, അത് വേറെയാണ്. ഒന്നാമത് സജി ചെറിയാനെ അറിയാവുന്ന കാര്യമൊന്നുമല്ല അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഈ സാംസ്കാരികം, സിനിമ എന്നൊക്കെ അതെ, ഒന്നുമില്ല. സജി ചെറിയാൻ ഇതൊന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് ഇവരാരാണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ. വിക്രം സാരാഭായി ഒരു ഭാഗത്ത് ആലോചിച്ച് നോക്കൂ, ₹1 ശമ്പളത്തിന് 11-12 മണിക്കൂർ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തിരുന്ന ഒരു വലിയ മനുഷ്യൻ. ഉള്ള സമ്പത്ത് മുഴുവനും ഈ നമ്മുടെ ഇപ്പോഴത്തെ ബാംഗ്ലൂരിലെ എന്താണ് സ്ഥാപനം ഉണ്ടല്ലോ, അതെ, വിക്രം സാരാഭായിയുടെ പേരിലാണല്ലോ ആ സ്ഥാപനം ഉൾപ്പെടെയുള്ളത്. ആദ്യം തുടങ്ങിയത് നമ്മുടെ വിക്രം സാരാഭായിയുടെ തന്നെ സ്വന്തം സ്വത്തിലാണ്. അതൊക്കെ രാജ്യത്തിന് കൊടുത്തൊരു പാരമ്പര്യം ഉണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം ഒരു ഭാഗത്ത്. അമ്മു സ്വാമിനാഥനെ പോലുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിൽ വരെ പങ്കുവഹിച്ച വലിയ വനിതകളുടെ, ക്യാപ്റ്റൻ ലക്ഷ്മിയെ പോലുള്ള ഒരു പോരാളിയായ അമ്മ. അപ്പോൾ ആ പാരമ്പര്യമൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ അതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. വലിയ പോരാളിയല്ലേ? അതെ, ഭീകര പോരാളിയാണ്. സജി ചെറിയാൻ്റെ പോരാട്ടം വേറെയാണ്, ഇത് വേറെയാണ് ജനുസ്. പക്ഷെ വേറൊരു കാര്യമാണ് ഞാൻ അദ്ദേഹത്തിന് തോന്നുന്നത്, അവരോട് ആദ്യം തോന്നിയത്, അവരെ കൊണ്ട് ഓസിന് വെറുതെ ഒരു സൽപ്പേര് കൊടുത്തിട്ട്, ഇവരുടെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഉണ്ടല്ലോ, വാഴ്ത്തി കൊടുത്താൽ വെറുതെ വന്നിട്ട് സേവിച്ചോളും എന്ന നില അവരെടുത്തില്ല. അവർക്ക് കൃത്യമായ വേതനം നിശ്ചയിക്കുന്നവരെ വന്നില്ല, അവർ ചാർജ് എടുത്തില്ല. കാരണം അത് വേണമല്ലോ, ഒരു റെപ്യൂട്ടേഷന് വേണ്ടിയെങ്കിലും ഒരു സ്റ്റാറ്റസിന് ശമ്പളം കൊടുക്കണമല്ലോ. അത് നേടിയെടുത്തിട്ട് അവർ വന്നിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭയങ്കര ഭീകരമാണ്. അവർ യഥാർത്ഥ സത്യാവസ്ഥയാണ് പറഞ്ഞത്. കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൺസെപ്റ്റിൽ സജി ചെറിയാൻ അതിനെക്കുറിച്ച് ഒരു കൺസെപ്റ്റും ഉണ്ടാവില്ല. ഇന്നലെ എന്തായിരുന്നു എന്നറിയില്ല, നാളെ എന്താവണമെന്നും അറിയില്ല.
അപ്പോൾ വള്ളത്തോളിൻ്റെ മുമ്പിൽ വെച്ചാണ് പണ്ട് മുണ്ടശ്ശേരി മാഷ് ഈ കലാമണ്ഡലത്തെ നവീകരിക്കണം, ഈ റഷ്യൻ ഓപ്പറയുമായൊക്കെ സമാനമായ കലാപരിപാടികൾ ആവിഷ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വള്ളത്തോൾ പറഞ്ഞൊരു കാര്യം ഉണ്ട്. മുണ്ടശ്ശേരി അത് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ മഹിമ പഠിക്കണം, ഇതിൻ്റെ തനിമയും മഹിമയും ഇല്ലാതാക്കാതെ എങ്ങനെ ഇതിനെ നവീകരിക്കാൻ പറ്റും, ഇത് രണ്ടും അറിയാത്തവർക്ക് എന്തും പറയാമല്ലോ എന്നൊക്കെ അന്ന് വള്ളത്തോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സജി ചെറിയാൻ ഇത് രണ്ടും മനസ്സിലായിട്ടില്ല. കലാമണ്ഡലത്തിൻ്റെ മഹിമ എന്താണ്, അതിൻ്റെ തനിമ എന്താണ്, അതും അറിയില്ല. ഈ അമ്മ പറഞ്ഞതുപോലുള്ള ഒരു നവീകരണത്തിലേക്ക് അതിനെ കൊണ്ടുപോകണം. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലോക ക്ലാസിക്കുകളൊക്കെ കഥകളിയായിട്ട് അവതരിപ്പിക്കണം. മറ്റേ പലതും കലാമണ്ഡലത്തിലുണ്ട്, മദ്ദളം തിമില അല്ലേ കഥകളി. സജി ചെറിയാന് നന്നായിട്ട് അറിയാവുന്ന ഇലത്താളമാണ്. കറക്റ്റാണ്, സജി ചെറിയാനെ അതേ അറിയുള്ളൂ. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത്, ഇത് അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒന്ന്, ഇതിനെ സാർവജനീനമാക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ തീമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് വേണം. ദൈവങ്ങളുടെ കഥ മാത്രമേ നമുക്ക് കഥകളിയാകാവൂ എന്ന ചിത്രം മാറണം. ലോകാവസാനമുള്ള ലോകത്തോടൊപ്പമുള്ള ഏത് കഥയും കഥകളിയായി ആവിഷ്കരിക്കാൻ പറ്റണം. അതിൻ്റെ തനിമ എന്താണ്, അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ താളവും അതിൻ്റെ കലാരൂപം മാറരുത്, എന്നാൽ അതിൻ്റെ തീമുകൾ മാറണം. ഒന്ന് അവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിന് കഥകളിയിൽ വേറെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും കരുതേണ്ടതില്ല. അതെ, ഉണ്ടായിട്ടുണ്ട്. അബ്രഹാമിന്റെ ബലി എന്ന് പറഞ്ഞിട്ട് കഥകളി ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ, ക്രിസ്തുവിനെ നായകനാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരാം, വലിയ പരിഷ്കാരങ്ങളൊക്കെ വരുത്താം. ആ മണ്ഡലത്തിൽ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുകയല്ല. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് സാർവജനീനമാക്കണം. കലാമണ്ഡലത്തിൽ ഇപ്പോൾ സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, എൻ്റെ നാട്ടിലൊരു കുട്ടി, ഒരു കുടുംബത്തിലെ ഒരു ചേച്ചിയും അനിയത്തിയും കേരള കലാമണ്ഡലത്തിൽ പോയി ചേർന്നപ്പോൾ, മലപ്പുറത്തെ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് പോയി ചേർന്നപ്പോൾ അത് വലിയ കോലാഹലം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, യാഥാസ്ഥികന്മാരും അവർക്കെതിരായി. കേട്ടിട്ടുണ്ടാവും, BP മൻസിയ, റൂബിയ എന്നൊക്കെ പറഞ്ഞ രണ്ട് കുട്ടികൾ. പിന്നെ അവരുടെ ഉമ്മ മരിച്ചപ്പോൾ അവർക്ക് ഊര് വിലക്ക്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇവർ പറയുന്നത് കല ലോകോത്തരമാണ്. കേരള കലാമണ്ഡലം ലോകോത്തരമാകേണ്ടത് അവിടുത്തെ സകല കലാവിഷ്കാരങ്ങളും കലാരൂപങ്ങളും കലാപരിശീലനവും സാർവജനീനമായി തീരുമ്പോഴാണ്. സാധ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും. ഞാൻ ഒരിക്കൽ കലാമണ്ഡലത്തില് ബാലേന്ദ്രൻ വടക്കെടുത്ത് സെക്രട്ടറി ആയിരുന്നപ്പോൾ എന്നെ വിളിച്ച് പോയി ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുമ്പിലിരുന്നിരുന്നത് കലാമണ്ഡലം ഹൈദരാലി ഉണ്ടായിരുന്നു. കലാമണ്ഡലം ഹൈദരാലി ആ രംഗത്ത് ഒരു പയനിയർ ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ ശുപാർശയിലും വലിയ ഇതിലും വന്നതാണ്. നമ്മുടെ FACT ഉണ്ടായിരുന്ന MKK നായരുടെ ഒക്കെ ഒരു വലിയ പരിചരണത്തിലൊക്കെ സഹായത്തിലൊക്കെ വന്നതാണ്. അത് അവർ കാണിച്ച വലിയ കലാപമാണ്. ഇത് കുറെ കൂടി ജനകീയമാകണമെന്നേ. എല്ലാവർക്കും താല്പര്യമുള്ള എല്ലാവരെയും ഇത് കേരളീയ കലയല്ലേ, അത് പഠിപ്പിക്കണം. അല്ല, നമ്മള് അവര് രാജിവെച്ച് പോകണമെന്നുള്ളത് അവര് തീരുമാനിക്കട്ടെ എന്ന് മാഷ് പറഞ്ഞു. പക്ഷേ അവരെ പോലെ രാജ്യാന്തര പ്രശസ്തിയുള്ള ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് അപമാനിക്കുകയല്ലേ ചെയ്യുന്നതാണ് ഈ സജി ചെറിയാന്റെ പ്രസ്താവന. ഒന്ന്, എല്ലാ അർത്ഥത്തിലും അത് കലാമണ്ഡലത്തിനെതിരാണ്. കേരള ഗവൺമെന്റ് ആദരിച്ചു കൊണ്ടുവന്ന് നിയമം തന്നെ മാറ്റിയിട്ട് കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആവാൻ പുറത്തുനിന്ന് യോഗ്യയായ ഏറ്റവും പ്രഗത്ഭയായ എനിക്കൊരു സംശയം, സജി ചെറിയാന്റെ മനസ്സിലെ ഈ മല്ലിക സാരാഭായിയെ മാറ്റിയിട്ട് ഈ വെളുത്തവര് മാത്രമേ നൃത്തം ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞൊരു നർത്തകി ഉണ്ടല്ലോ, കലാമണ്ഡലം സത്യഭാമ, അവരെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ? എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അത് സാറ് പറഞ്ഞ ഭയങ്കര ഗംഭീരമായ ചോദ്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മാറാൻ പാടില്ലാത്തൊരു കാലം, മാറിക്കൂടാത്ത ഈ വർണ്ണവെറി ഉൾപ്പെടെയുള്ള സംഗതികൾ, അത്തരത്തിലുള്ള യാഥാസ്ഥികമായ ചിന്താപദ്ധതിയുള്ള ആളുകളുടെ ഒരു കൂടെ ആ പാരമ്പര്യം തുടരാനാണ് സജി ചെറിയാൻ ആഗ്രഹിക്കുന്നത്. സജി ചെറിയാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വ്യവസ്ഥയെ നിലനിർത്തി പോവുകയല്ലാതെ ഇതിനകത്തൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ DMD യൂണിവേഴ്സിറ്റി ആക്കുമ്പോൾ സാരാഭായിയുടെ മുമ്പിൽ ഇതിപ്പോൾ ഏതിനോട് താരതമ്യം ചെയ്യുക. ഒരിക്കൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആകാൻ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ ക്ഷണിച്ചിരുന്നു എന്ന് പറയുന്നില്ലേ? അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീനെ മനസ്സിലാകാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിലോ പിൽക്കാലത്ത് ഇപ്പോൾ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന പോലെയാണ്. സജി ചെറിയാന് കലയുമില്ല, സംസ്കാരവും ഇല്ല. ഇപ്പോഴത്തെ കാര്യം ഒന്ന് ആലോചിച്ചേ, ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനാണ്, മറ്റേ മാർക്സിസ്റ്റുകൾ വിളിച്ചുകൊണ്ടിരാണോ ബെസ്റ്റ്? ഇപ്പോൾ ദയനീയമാണല്ലേ. അതുകൂടി ജാതിയൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ തീരുമാനിക്കുക. ജാതി, മതം, വംശം
ഈ മാതിരി വെറിയാണ് ഏറ്റവും കൂടുതൽ പരത്തുന്നതിൽ. ആ ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജിഫ്രി തങ്ങൾ സമ്മതിക്കുമോ? ജിഫ്രി തങ്ങളെ പോലുള്ളവരൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് വേണ്ടി വരും നമ്മളെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരെയൊക്കെ നിയമിക്കാൻ. വല്ലാതെ ദയനീയമാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാരാഭായി വന്നിട്ട് മല്ലിക സാരാഭായിയുടെ പ്ലാൻ വളരെ ഭദ്രമാണ്. പിന്നെ പറയാനുള്ളത് ഷാർപ്പായിട്ട് പറഞ്ഞല്ലോ അവർ. ഇതിൻ്റെ പേര് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നാണ് സാറേ. ആ യൂണിവേഴ്സിറ്റിയിലെ ഒരുത്തനും പ്യൂണ് തൊട്ട് ഒരുത്തനും കമ്പ്യൂട്ടർ പുതിയ കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കണ്ടേ? എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി മനുഷ്യരോട് സംസാരിക്കുക പുതിയ കാലത്ത്? എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക? ഒരു ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞൂടാ, ഒരു കമ്പ്യൂട്ടറിൽ ഒരു കമ്പ്യൂട്ടർ മല്ലിക സാരാഭായി പറഞ്ഞതിനോട് അവിടുത്തെ വൈസ് ചാൻസലർ അനന്തകൃഷ്ണനും വിയോജിച്ചു എന്ന് തോന്നുന്നു. വിയോജിക്കുമല്ലോ. കാരണം ട്രേഡ് യൂണിയനിസം നമ്മളെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു നാശം എന്താ സാറിന് അറിഞ്ഞൂടെ? തലപ്പത്ത് ആരുണ്ടായിട്ടും കാര്യമില്ല സാറേ. ട്രേഡ് യൂണിയനുകൾ പറയും സാർ എന്താ മിണ്ടാത്തത്, കാരണം ഞങ്ങളല്ലേ. ഇതാണല്ലോ എല്ലാ യൂണിവേഴ്സിറ്റികളും തകർക്കുന്നത്, ഈ ട്രേഡ് യൂണിയൻ കൾച്ചറാണ്. അതാണല്ലോ കേരളത്തിൻ്റെ ഒരു വലിയ നാശം. അത് കലാമണ്ഡലത്തെയും ബാധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെയാണ് യാതൊരു യോഗ്യതയില്ലാത്ത ആളുകൾ അവിടെ എങ്ങനെ നിന്ന് പോവുക? അതിന് പറയുന്ന ന്യായം അവർക്ക് കഥകളി പദങ്ങൾ അറിയാമല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഡാൻസ് അറിയാമല്ലോ, അതൊക്കെ പഠിച്ചോട്ടെ. അത് ചെയ്യേണ്ട ആളുകൾക്ക് ലോകമെങ്ങുമുള്ള കലാസ്നേഹികളോട് സംസാരിക്കാൻ, സംവദിക്കാൻ, ക്ലാസ് എടുക്കാൻ ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉൾപ്പെടെ സംസ്കൃതവും ഹിന്ദിയും ഒക്കെ അവർ പഠിച്ചോട്ടെ, മലയാളവും പഠിച്ചോട്ടെ, തീർച്ചയായിട്ടും നല്ലതാണ്. തമിഴും പഠിക്കണം, ഈ നമ്മുടെ ക്ലാസിക് കലാരൂപങ്ങൾക്കൊക്കെ. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ പുതിയ കാലത്ത് ഇംഗ്ലീഷ് വേണമെന്നാണ് അവർ പറയുന്നത്. വേണ്ടേ? ഇനി ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനോടും മറ്റു യൂണിവേഴ്സിറ്റികളോടും സംവദിക്കുക? അപ്പോൾ ഇത് മൗലികമായ ചോദ്യമാണ്. പിന്നെ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ് ഓഫ് കലാമണ്ഡലം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതിൽ കെ രാധാകൃഷ്ണനെ ചെയർമാനാക്കിയിട്ട് നടക്കും സാർ. ചിലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയക്കാർ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുന്നത്. സജി ചെറിയാൻ പോയി പണി നോക്കട്ടെ എന്ന് ജനം പറയും. മല്ലിക സാരാഭായിക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ സാമ്പത്തികമായും കലാപരമായും ശേഷിയുള്ള കേരളം കൂടെ നിൽക്കും. അതിനാണ് സാധ്യത. മല്ലിക സാരാഭായി പോകാൻ തീരുമാനിച്ചാൽ, ഇനി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചാൽ അവരെ പിടിച്ചു നിർത്താൻ ഇവിടെ ജനകീയമായ ഇച്ഛാശക്തി ഉണ്ടാവും. അതാണ് സാധ്യതയുള്ളത്. സജി ചെറിയാൻ ഒരു പാഠം പഠിക്കാനാണ് സാധ്യത. സജി ചെറിയാൻ ഈ പണി നിർത്തി പോകാൻ ഇനി ഏതായാലും മാസങ്ങളേ ഉള്ളൂ. അതിന് മുമ്പ് വായടക്കിയാൽ അദ്ദേഹത്തിന് നല്ലതാണ്. നാണം കെടാതെ പോകാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.